എനിക്കെപ്പോഴും ഗസ ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു സംഗതിയാണ്. ഒരു കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആ നാട് ഒരറ്റം മുതൽ റഫ മുതൽ ബൈത്ത് ഹാനൂൻ വരെ സഞ്ചരിച്ചൊരു മനുഷ്യനാണ്. അവിടെയുള്ള ധാരാളം മനുഷ്യരെനിക്കറിയാം. ആ മനുഷ്യരുടെ ഇച്ഛാശക്തി എന്ന് പറയുന്ന വാക്കിന് ഒരു എംബഡിമെൻറ്റ്, ഒരു ശരീരരൂപം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഗോ ടു ഗസ എന്ന് ഞാൻ പറയും. കഴിഞ്ഞ ഒരു വർഷം ഏറ്റവും കൂടുതൽ സംസാരിച്ച വിഷയം ഗസയെക്കുറിച്ചാണ്, ഏറ്റവും കൂടുതൽ തെറി കേട്ടുന്ന ആവശ്യത്തെക്കുറിച്ചാണ്. പക്ഷേ ഞാൻ പറയുന്നു, മനുഷ്യ ചരിത്രത്തിലെ 2024 എന്നുള്ളതല്ല, മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായൊരു ഏടായി ഈ ഗസയിലെ മനുഷ്യർ രേഖപ്പെടുത്തപ്പെടും. നിങ്ങൾക്കൊക്കെ നാളെ പുതുവത്സര ദിനമാണ്, പക്ഷേ എനിക്ക് എൻ്റെ ബർത്ത്ഡേ കൂടെയാണ് നാളെ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സംഭവമാണ് ഞാൻ പറയണില്ല. എന്നുവെച്ചാൽ അങ്ങനെ എന്തെങ്കിലും ജനുവരി 1 ഡിസംബർ 31 പോകുന്നു, ജനുവരി 1 വരുന്നു, എന്താ വിശേഷിച്ച് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന് വിചാരിക്കുന്ന ആളെയല്ല. എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ ജനുവരി 20 ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്, അതിനുശേഷം നോക്കാം നമുക്ക് എന്നുള്ളതാണ്. ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇതിലാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഈ കലണ്ടർ ഇങ്ങനെ മറിയുന്നു എന്നുള്ളത് കൊണ്ട് അത് ഏതെങ്കിലും നിലക്ക് വ്യക്തി ജീവിതത്തെയോ സമൂഹത്തെയോ നമ്മുടെ രാഷ്ട്രീയത്തെയോ ഏതെങ്കിലും എന്തെങ്കിലും ഒരു സ്വാധീനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ സാമാന്യമായിട്ട് നമ്മളൊരു വർഷം കഴിയുമ്പോൾ നമ്മളെക്കുറിച്ച്, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തെക്കുറിച്ചൊക്കെയുള്ള ഒരു എന്താ പറയുക, ഒരു തിരനോട്ടം നടത്തും. അതെ, അങ്ങനെ ഒരു പ്രസക്തിയേ ഉള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അജിംസ് പറഞ്ഞു, ഇപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നേരത്തെ നിഷാദ് പറഞ്ഞ പോലെ ഫലസ്തീനിലെ ഗസയിലെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ കഴിഞ്ഞ ഒരു വർഷം ഏറ്റവും കൂടുതൽ സംസാരിച്ച വിഷയം അതാണ്. ഇപ്പോൾ എൻ്റെ ഫേസ്ബുക്കിലെ കവർ ഫോട്ടോ ഗസയിലെ ഒരു അമ്മ, എന്താണ് നമ്മുടെ ഷെയ്ൻ നിഗം പറഞ്ഞില്ലേ, മിഠായിപ്പൊതികൾ പോലെ കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ, ആ കവർ ഫോട്ടോ ഇപ്പോൾ അവിടെ ഇല്ല, അത് റിമൂവ് ചെയ്തു. അതിനുശേഷം ഞാനത് മാറ്റിയിട്ടില്ല. ഇപ്പം അവിടെ എൻ്റെ ഫേസ്ബുക്ക് കവർ ഇതാണ്, ബ്ലാങ്കായി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ധാരാളം അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സാധാരണ നമുക്ക് ഭയങ്കര വിഷമമുണ്ടാക്കുന്ന സംഗതികളാണ്. ഇപ്പോൾ ഇന്നലെ കണ്ടില്ലേ, 22 ദിവസം പ്രായമായൊരു കുഞ്ഞാണ് തണുത്ത് മരിക്കുകയാണ്. ഡിസംബർ 26 ഒരു 4 ജേർണലിസ്റ്റുകൾ ഹോസ്പിറ്റലിന് പുറത്ത് ഒരേ വാനിലുണ്ടായിരുന്ന 4 ജേർണലിസ്റ്റുകൾ കൊല്ലപ്പെടുന്നു. അതിലൊരു ജേർണലിസ്റ്റ് നമ്മളെപ്പോലെ തൊഴിൽ ചെയ്യുന്ന ആളുകളാണ് നിഷാദ്. അവിടെ ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന അവൻ്റെ ഭാര്യ അവിടെ പ്രസവിക്കാൻ കിടപ്പുണ്ട്. അപ്പം അവൻ്റെ കുഞ്ഞിൻ്റെ ജന്മവും ഇവൻ്റെ മരണവും ഒരേ സമയത്താണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കുന്ന ഒരു കാലത്ത് സംഭവിക്കുന്നു എന്നുള്ള സംഗതി ഉണ്ടല്ലോ. അപ്പം അതിൻ്റെ ആധിയും വേദനയും ആണ് പൊതുവെ ആളുകൾ അതേക്കുറിച്ച് ഞാൻ അങ്ങനെ വിചാരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ആധിയും വേദനയും മാത്രം കൊണ്ട് നടക്കുന്ന ഒരാളല്ല. അതിൻ്റെ മറുവശമാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. എനിക്കെപ്പോഴും ഗസ ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു സംഗതിയാണ്. ഒരു കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആ നാട് ഒരറ്റം മുതൽ റഫ മുതൽ ബൈത്ത് ഹാനൂൻ വരെ സഞ്ചരിച്ചൊരു മനുഷ്യനാണ്. അവിടെയുള്ള ധാരാളം മനുഷ്യരെനിക്കറിയാം. ആ മനുഷ്യരുടെ ഇച്ഛാശക്തി എന്ന് പറയുന്ന വാക്കിന് ഒരു എംബഡിമെൻറ്റ്, ഒരു ശരീരരൂപം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഗോ ടു ഗസ എന്ന് ഞാൻ പറയും. അത്രയും ഇച്ഛാശക്തിയുള്ള, ആത്മവിശ്വാസമുള്ള, അത്രയും കോസ്മോപൊളിറ്റനായിട്ടുള്ള മനുഷ്യർ ജീവിക്കുന്ന ഇടമാണ്. അവർ പൊരുതി നിൽക്കുന്ന മനുഷ്യരാണ്. അവർ പൊരുതുന്നത് ലോകത്തോടാണ്, ഇസ്രായേലിനോടല്ല. ലോകഘടനയോടാണ്, ലോകത്തെ നിയന്ത്രിക്കുന്ന അമേരിക്കയോടാണ്. അവരിത്രയും ദിവസം പൊരുതി നിന്നു എന്നുള്ളത് തന്നെ മനുഷ്യൻ്റെ ശേഷിയിലുള്ള നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നൊരു കാര്യമാണ്. കഴിഞ്ഞ ഒരു വർഷം ഏറ്റവും കൂടുതൽ സംസാരിച്ച വിഷയം ഗസയെക്കുറിച്ചാണ്, ഏറ്റവും കൂടുതൽ തെറി കേട്ടുന്ന ആവശ്യത്തെക്കുറിച്ചാണ്. പക്ഷേ ഞാൻ പറയുന്നു, മനുഷ്യ ചരിത്രത്തിലെ 2024 എന്നുള്ളതല്ല, മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായൊരു ഏടായി ഈ ഗസയിലെ മനുഷ്യർ രേഖപ്പെടുത്തപ്പെടും. അതാണ് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ധാരാളം സംസാരിച്ചു എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ സംസാരിച്ചതിൻ്റെ പേരിൽ ധാരാളം തെറി കേൾക്കേണ്ടി വന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യമായിട്ട് കാണുന്നത്. പിന്നെ നമ്മളുടെ ഒരുപാട് സംഗതികൾ, ഇപ്പം മുണ്ടക്കയിൽ ഞാൻ പോയിരുന്നു. മുണ്ടക്കൈ സംഭവിക്കുമ്പോൾ തന്നെ നടന്ന കാര്യമാണ് വെലങ്ങാട്. നോക്കൂ, ഞാൻ മുണ്ടക്കയിലും പോയിട്ടുണ്ട്, വെലങ്ങാട്ടും പോയിട്ടുണ്ട്.
മുണ്ടക്കയിൽ ഉരുൾപൊട്ടൽ എന്നുള്ള നിലക്ക് എടുക്കുകയാണെങ്കിൽ മുണ്ടക്കയിലേക്കാൾ ഒരുപക്ഷെ ഭീകരമായ ഉരുൾപൊട്ടലാണ് വെലങ്ങാടുണ്ടായത്. പക്ഷേ അതിൻ്റെ ഒഴുകുന്ന വഴിയിൽ വീടുകൾ അധികം ഉണ്ടായില്ല എന്നുള്ളതുകൊണ്ടാണ് ഇത്രയും വലിയ ദുരന്തമില്ലായിരുന്നു. അവിടുത്തെ ഒരു തോമസ് മാഷ് എന്ന് പറയുന്ന ഒരാൾ മരണപ്പെടുന്നുണ്ട് വെലങ്ങാട്ട്. തോമസ് മാഷ് മരണപ്പെടുന്നത് പിന്നെ എന്നോട് എൻ്റെ പെങ്ങൾ പറഞ്ഞു, പെങ്ങൾക്ക് അറിയാം തോമസ് മാഷ്, ദാവൂദേ നിങ്ങൾ ഈ മുണ്ടക്കയിലെ പിന്നെ ഇത് ഇങ്ങനെ കൊടുക്കുക, അതിലിങ്ങനെ ശ്രദ്ധിക്കുന്നതിനിടയ്ക്ക് വെലങ്ങാട് ശ്രദ്ധിക്കാതെ പോരുത് കേട്ടോ. തോമസ് മാഷെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. തോമസ് മാഷ് ബോഡി 3-ാമത്തെ 4-ാമത്തെ ദിവസമാണ് കിട്ടുന്നത്. തോമസ് മാഷ് എങ്ങനെയാണ് മരണപ്പെടുക? അദ്ദേഹത്തിന് വീടിനൊന്നും പറ്റിയിട്ടില്ല, വീട് ഇതിൽ പെട്ടിട്ടേ ഇല്ല. അദ്ദേഹം ടോർച്ചുമായി ഈ മേലെ നിന്ന് ഉരുൾപൊട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് ടോർച്ചുമായിട്ട് ഇറങ്ങിയതാണ് വേറെ വീട്ടിലുള്ള ആളുകളെ ഇറക്കാൻ വേണ്ടിയിട്ട്. ശബ്ദം അവരെ വിളിച്ചുണർത്താനും പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു. അതിൽ പെട്ടുപോയ മനുഷ്യനാണ്. ഇങ്ങനെയൊക്കെ മനുഷ്യർ കൂടെ ഉള്ളതാണ് നിഷാദ് നമ്മുടെ നാടെന്ന് പറയുന്നത്, നമ്മൾ ജീവിക്കുന്നിടമെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നു, ആളുകൾ കാണുന്നു. ഇപ്പോൾ മുണ്ടക്കയിൽ പോയപ്പോൾ നമ്മൾ കണ്ട മനുഷ്യരെക്കുറിച്ച് നമ്മൾ അന്ന് സംസാരിച്ചതാണ്. അങ്ങനെ നോക്കുമ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഗസയെക്കുറിച്ചാണെങ്കിലും മുണ്ടക്കയെക്കുറിച്ചാണെങ്കിലും വെലങ്ങാടിനെ കുറിച്ചാണെങ്കിലും പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായ ആധിയും വിഷമവും പങ്കുവെക്കുമ്പോൾ തന്നെ അതേക്കാൾ ഗംഭീരമായിട്ടുള്ള ആവേശം നൽകുന്ന അനുഭവങ്ങൾ, പാഠങ്ങൾ, മനുഷ്യർ അതുകൂടെ നിറഞ്ഞതാണ് നമ്മൾ ജീവിക്കുന്ന ലോകം, നമ്മൾ ജീവിച്ച് കഴിഞ്ഞ കാലം, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന 2024 നമ്മൾ മനസ്സിലാക്കണം.